ഒന്നുമില്ല. ഹത്താ ബറദ്, ആള് കുളൂസായി, തണുത്തുപോയി. ആള് തണുക്കോളം രണ്ടാളും വെട്ടി അബൂജഹൽ വീണ് കടന്നിട്ട് ആ രണ്ടാളും മടങ്ങിയുള്ളൂ. ഞാൻ മനസ്സിലാക്കി രണ്ട് വീരന്മാരുടെ മുമ്പിലാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ രണ്ടാളും വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൊന്നു അബൂജഹലിനെ, ഞാൻ കൊന്നു അബൂജഹലിനെ, ഞാൻ കൊന്നു അബൂജഹലിനെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് രണ്ടാളും വാള് കാണിച്ചപ്പോ റസൂലുള്ള രണ്ടാളും വാള് നോക്കട്ടെ എന്ന് പറഞ്ഞു. വാള് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, കിലാക്കുമാ ഖതല, നിങ്ങൾ രണ്ടാളും തന്നെയാ കൊന്നത്. പക്ഷേ സലബുഹു ലിമുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, ഈ മുആദിനാണ് അബൂജഹലിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള പടക്കോപ്പുകളൊക്കെ അവകാശപ്പെട്ടത്. ഇതാണ് അംറുബുൽ ജമൂഹ് തന്റെ പിതാവിനെ ധർമ്മത്തിലേക്ക് നയിച്ച മുആദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് അബൂജഹൽ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവിനെ, ഈ ഉമ്മത്തിന്റെ ഫിർഔനെ, ഈ ദീനിന്റെ കൊടിയ ശത്രുവിനെ എന്നേക്കുമായി കൊലപ്പെടുത്തിയ ധീര പോരാളി മഹാനായ മുആദ് എന്ന ചെറുപ്പക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖിനും ഉമറുൽ ഫാറൂഖിനും അലിയാർക്ക് പോലും കിട്ടിയ ഭാഗ്യമല്ലാതെ വീരന്മാർ എത്ര പേരുണ്ട്, ശൂരന്മാർ എത്ര പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ചെറുപ്പക്കാരന് കിട്ടി. നോക്കി നിങ്ങൾ, ഇസ്ലാം എത്ര വലിയ കടപ്പാടാ ചെറുപ്പക്കാരോട്. നമ്മളെ പോലുള്ള യുവാക്കളാണ് എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ പോലുള്ള യുവാക്കളാണ് എന്റെ യുവാക്കളെ, യുവതികളെ. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിലെ ഏറ്റവും വലിയ തെളിവെന്താ? ഏറ്റവും വലിയ വിശ്വോത്തര ഗ്രന്ഥമായി നമ്മൾ മനസ്സിലാക്കുന്ന തെളിവ് വിശുദ്ധ ഖുർആനെ പോലും ഈ റമളാൻ മാസത്തിൽ ഇറക്കിയത് കൊണ്ടാണ് റമളാൻ മാസത്തിന്റെ ശറഫ് അല്ലേ? ആ വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിൽ സമൂഹം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും അധികം നമ്മുടെ ഇന്നത്തെ മുസാഹിഫിലും ഖുർആനിലും സമൂഹം കടപ്പെട്ടിരിക്കുന്നത് 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട്. 20 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, കേവലം 20 വയസ്സ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ഹിജ്റ വരുമ്പോ 11 വയസ്സ് മാത്രം പ്രായമായ സെയ്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അൻസാരിയായ ചെറുപ്പക്കാരനാണ്. 11 വയസ്സ് മാത്രം പ്രായമാണ് അദ്ദേഹം. ഈ 11 വയസ്സിന്റെ അകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു ബദർ യുദ്ധത്തില്. അള്ളാന്റെ റസൂല് ബദർ യുദ്ധത്തിൽ അവരെ മടക്കി അയച്ചു. അദ്ദേഹം മാത്രമല്ല, അതും കൂട്ടത്തിലൊന്ന് പറയേണ്ടതാണ്, സെയ്ദ് ഇബ്നു സാബിത്ത് അടക്കമുള്ള ഒരു കുട്ടികളുടെ സംഘം, യുവാക്കളുടെ സംഘം ഒന്നിച്ച് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ബദറിലേക്ക് നബി തങ്ങൾ പോകുന്നു എന്ന് കേട്ടപ്പോ, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കുന്നു എന്ന് കേട്ടപ്പോ, ചിലപ്പോൾ ഏറ്റുമുട്ടലുണ്ടായേക്കാമെന്ന് വിവരമറിഞ്ഞപ്പോ, ആ സമയത്ത് അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ഓർത്തുകൊണ്ട്, അവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് യുവാക്കളുടെ ഒരു കൊച്ചു സംഘം അഷ്റഫുൽ ഖൽഖിന്റെ തിരുഹദറത്തിൽ. ആരംഭ നബി തങ്ങൾ, നിങ്ങൾക്കൊക്കെ എത്ര പ്രായമായി കുട്ടികളെ എന്ന് വെച്ചു. വെച്ച് നോക്കുമ്പോൾ ഒരുത്തന് 11, ഒരുത്തന് 12, ഒരുത്തന് 13, ഒരുത്തന് 14, ഇത്രയേ ഉള്ളൂ. 8 അംഗങ്ങളുള്ള നല്ലൊരു സംഘം. 8 അംഗങ്ങളുള്ള സംഘങ്ങൾക്കും പ്രായം തികഞ്ഞിട്ടില്ല. യുവാക്കളാകാൻ പോകുന്നേ ഉള്ളൂ, കുമാരന്മാരാകാൻ പോകുന്നേ ഉള്ളൂ. ഇസ്ലാമിന്റെ ആദ്യകാലത്തെ യുവാക്കളുടെ ചരിത്രം പഠിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വയസ്സാകുമ്പോ നേതൃത്വത്തിന്റെ ഗുണം വരുമെന്ന് പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് തന്നെ നേതാവിന്റെ സ്വഭാവം അറിയാമെന്ന് നമ്മൾ തിരുത്തി വായിക്കണം. കുട്ടികളാവുമ്പോ തന്നെ അറിയാവോ എന്റെ വലിപ്പം എങ്ങോട്ടാ പോകുന്നു. റസൂലുള്ളാഹിന്റെ യുവാക്കളായ സ്വഹാബാക്കളുടെ സ്ഥിതി ഇതായിരുന്നു. ഈ കുട്ടികളടങ്ങുന്ന സംഘം റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നിട്ട് ബദർ യുദ്ധത്തിൽ ചാൻസ് ഇട്ടാനാ വാദം. നബി എല്ലാരും തിരിച്ചയച്ചു. അപ്പോലെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു മുതിർന്നൊരു കുട്ടി തന്റെ കയ്യിലെ ചെറിയൊരു കുന്തം, ചെറുകുന്തം എന്നറിയാം, ഹിർബ, ചെറിയുന്തം, ചെറുകുന്തം എന്നാ എന്റെ പേര്. അതെങ്ങനെ പിടിച്ചിട്ട് ഒറ്റേറാണ് കൊടുക്കുന്ന സാധനം, എറിയണ സാധനം, അമ്പുപോലെ എറിയണ സാധനം അല്ല, വലിയ കുന്തല്ല, അതിന് റൂമ എന്നാ പറയാ. വലിയ കുന്തത്തിന് വലിയ കുന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തു. ഈ RSS കയ്യിലെ ബഡില്ലേ, ഏതാണ്ട് ആ ബഡിന്റെ അത്ര വലിപ്പം തോന്നുന്ന ചെറിയൊരു കുന്തത്തിന് ആ ചെറുകുന്തം എന്ന് പറയാം, ഹിർബ. ഈ ഹിർബ എടുത്തിട്ട് ഇയാളൊരു കളി, നല്ല അഭ്യാസ പ്രകടനം. ആരംഭ ലഭിതങ്ങളുടെ മുമ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയപ്പോ റസൂലും സ്വഹാബാക്കളും അന്തം വിട്ടു നോക്കി. റാഫി ഇബ്നു ഖദീജ, നിനക്ക് എത്ര വയസ്സായടോ? അദ്ദേഹം പറഞ്ഞു 14 വയസ്സായിക്കണേ നബി, ഞാൻ വലിയ ആളാ, 16 വയസ്സ്, എന്നെ നബി കൂട്ടണം, ബദർ യുദ്ധത്തിലേക്ക് കൂട്ടണം. റാഫി ഇബ്നു ഖദീജ പറഞ്ഞു, ഞാൻ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ നല്ലൊരു ഏറുകാരൻ കണ്ടോ, ഈ ചെറുകുന്തം കൊണ്ട് ശരിക്കും അഭ്യാസം അറിയാം എനിക്ക്. ഞാനന്ന് പോയി പടപൊരുതട്ടെ, എന്റെ കുന്തം കൊണ്ട് ശത്രുക്കളുടെ കളച്ഛേദം വരുത്താൻ ആവശ്യമെങ്കിൽ എനിക്ക് കഴിയും, എന്നെ കൂട്ടണം. അതുകൊണ്ട് അള്ളാന്റെ റസൂലേ ഫിൽ ജിഹാദ്, എനിക്ക് സമരത്തിന് അനുവാദം തരണം. അള്ളാന്റെ റസൂല് റാഫിന്റെ ഈ അഭ്യാസം കണ്ടിട്ട് കഴിവുറ്റ കുട്ടി എന്നുള്ള നിലക്ക് കൊടുത്തപ്പോ മറ്റൊരു കുട്ടി കരഞ്ഞിട്ട് സമ്പത്ത് ബിനു ജുന്ദുബ്,
സമ്രത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെറുപ്പക്കാരനാണ്, നന്ന ചെറുപ്പക്കാരൻ, ഇയാളെക്കാളും പ്രായം കമ്മി. അദ്ദേഹം പറഞ്ഞു, നബിയെ റാഫിന് കൊടുക്കുന്ന ഒന്നാ ഞാനും വേണം. ഞാനും റാഫിയും തമ്മിൽ തല്ലൂടുമ്പോഴൊക്കെ റാഫി തോറ്റിട്ടേ ഉള്ളൂ. ഞാൻ അവനെ വീഴ്ത്തിയിട്ട് നെഞ്ചത്ത് കയറി ഇരുന്നിട്ടേ ഉള്ളൂ ഏത് മത്സരത്തിലും. അതുകൊണ്ട് റാഫിന് കിട്ടിയോ എനിക്കും കിട്ടണം. സമ്രത്ത് ഇബ്നു ജുന്ദുബിന്റെ വാശി. കുടുംബം ശരിവെച്ചു, സമ്രത്തിന്റെ അമ്മയും ബാപ്പയും ശരിവെച്ചു. സമ്രത്തിന്റെ അമ്മയും ബാപ്പയും കുടുംബം പറയുന്നത് നോക്കി മരിക്കാനാ വിടുന്നത് മക്കളെ. എന്റെ രക്ഷിതാക്കൾ ഓർക്കണം. നമ്മളാണെങ്കിലോ പോണ്ട, അവർക്ക് വേണ്ട, ഇവിടക്ക് വേണ്ട, വരൂ ഇത് വരൂ, നോൽപോൽക്കണ്ടെന്നറിയില്ല, മരിച്ചു ഈ കുട്ടിയെ. തലോൽപ്പ് പറ്റി, മറ്റോ നോൽപ്പ് പറ്റി, ബദരീങ്ങളാണ്ട് പറ്റും തൊട്ടൊന്നും മരിച്ചിട്ടില്ല. എന്നാലും എൻ്റെ കുട്ടി എന്നും നോൽക്കണ്ട, മരിച്ചു. ഇങ്ങനെ തോന്നാത്ത വല്ല ചെറുപ്പക്കാരൻ രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? 2-3 നോമ്പ് നോച്ചിട്ട് കുട്ടികൾ മരിക്കുന്നില്ലെങ്കിൽ ഇനി മരിക്കാൻ നേരത്ത് ക്ഷീണം തോന്നിയെങ്കിൽ മുറിപ്പിച്ചാ പോരെ. എന്നാലും തലക്കത്തന്നെ മരിക്കൂന്നെരുതി മുറിക്കാൻ പറയണോ? അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ? മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു നിയമമില്ല. 7 വയസ്സായ കുട്ടിയോട് നോമ്പിന് കഴിവെത്തിയിട്ടുണ്ടെങ്കിൽ കൽപ്പിക്കണം. 10 വയസ്സായാൽ കുട്ടി നോറ്റിട്ടില്ലെങ്കിൽ നോൽക്കാത്തതിന്റെ പേരിൽ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിനെ അടിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. നിസ്കാരം പോലെ തന്നെയാ നോമ്പും. തീരെ അശ്വാണ്, തീരെ വെജ, ഒരിക്കൽ നോറ്റപ്പോ തന്നെ ഛർദിച്ച് കുഴങ്ങി ആകെ ഹൈറാനിയത്തായി എന്ന് പറഞ്ഞാൽ അന്ന് മുറിപ്പിക്കണം. ശരിയാ? ഇങ്ങനെ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മുടെ മാതാപിതാക്കൾ ഇതാണ് കുഞ്ഞുങ്ങളെ ഓമനിക്കുന്നതെങ്കിൽ ഇവിടെ സമ്രത്ത് ഇബ്നു ജുന്ദുബിന്റെ മാതാപിതാക്കളിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് ചിന്തിക്കൂ. എന്റെ രക്ഷിതാക്കളെ, സമ്രത്ത് ഇബ്നു ജുന്ദുബിന്റെ കുടുംബം പറയുന്നു, ശരിയാണ് എന്റെ കുട്ടി പറയുന്നത്. റാഫിയുമായി തല്ലുകൂടിയപ്പോഴൊക്കെ റാഫിനെ മലർത്തിയടിച്ച പാരമ്പര്യം എന്റെ സമ്രക്കുണ്ട്. അതുകൊണ്ട് റാഫിന് ചാൻസ് ഉണ്ടോ, പ്രവേശനമുണ്ടോ? എന്റെ മകനും പ്രവേശനം കൊടുക്കണം. റാഫിന്റെ മാതാപിതാക്കൾ അല്ല, സമ്രത്തിന്റെ മാതാപിതാക്കൾ ആട്ടെ, റസൂലുള്ള വാദത്തിന് മുമ്പിൽ തോറ്റെടുത്തു. സമ്രക്കും റാഫിനും അനുമതി കൊടുത്തു. അന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 6 കുട്ടികൾ മടങ്ങിപ്പോന്നു. ഉമറുൽ ഫാറൂഖ് എന്ന ധീരയോദ്ധാവിന്റെ മകൻ ഇബ്നു ഉമറും ആ കൂട്ടത്തിലുണ്ട്. ധീരൽ പക്ഷെ മടങ്ങിപ്പോന്നു. വയസ്സ് 14. ഈ സെയ്ദ് ഇബ്നു സാബിത്തിന് അന്ന് എത്രയാ വയസ്സ്? റസൂലുള്ള മദീനത്ത് വരുമ്പോ 11. അപ്പൊ തൊട്ടടുത്ത കൊല്ലത്തിൽ ബദർ വരുമ്പോ 12, ഉഹദ് വരുമ്പോ 13. ബദറിൽ 12 വയസ്സാവുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുക്കാതെ തിരിച്ചയച്ച സെയ്ദ് ഇബ്നു സാബിത്തിന് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് കേവലം 20 വയസ്സ് മാത്രമാണ്. 20 വയസ്സായ സമ്രത്ത് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14-15 വയസ്സ് മുതൽക്ക് എഴുത്തുകാരനാക്കി നിശ്ചയിച്ചിട്ട് കാത്തിബുൽ വഹ്യ്, വഹ്യിന്റെ എഴുത്തുകാരനാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. ഭാഷ പഠിക്കാൻ, വിദ്യ പഠിക്കാൻ, ഇതരരോട് സംസാരിക്കാൻ പഠിക്കാൻ, ഖുർആൻ അവതരിക്കുന്നത് മുഴുവൻ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുന്ന സ്വഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വീടിന്റെ അടുത്താ മൂപ്പരുടെ കുടുംബത്തിന്റെ വീട്. അതുകൊണ്ട് വിളിക്കാൻ എളുപ്പ. എഴുത്തറിയുന്ന സ്വഹാബി വിളിച്ചെഴുതി. അങ്ങനെ റസൂലുള്ളാന്റെ എഴുത്തറിയുന്ന ആളായതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് വലിയൊരു യുദ്ധം നടന്നു. യമാമ യുദ്ധം. 1000കണക്കിന് സ്വഹാബാക്കൾ പങ്കെടുത്ത യുദ്ധം. കള്ളപ്രവാചകനായ മുസൈലിമത്തിന്റെ സേനയുമായി നടക്കുന്ന യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബാക്കൾ അങ്ങോട്ട് മരിച്ചുട്ട് ഒരുപാട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഖലീഫ ഇങ്ങനെ പോയ കുടുംബം കനത്ത വില നൽകേണ്ടി വരും. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയാണ് നാം സൂക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് ഇറങ്ങിയേടത്തോളം ഖുർആന്റെ സൂക്തങ്ങളൊക്കെ മനഃപ്പാഠമാക്കിയ സ്വഹാബാക്കൾ ജീവിച്ചത് കൊണ്ടാണ് ഖുർആൻ നിലനിന്നത്. ക്രമത്തിലായിക്കൊണ്ട് റസൂലുള്ള ഓതിക്കൊടുത്ത സൂറത്തിന്റെയും ആയത്തിന്റെയും ക്രമപ്രകാരം തലമുതൽ അവസാനം വരെ ഖുർആൻ മനഃപ്പാഠമാക്കിയ 100 കണക്കിന് സ്വഹാബാക്കൾ ഇന്നുണ്ട്. പക്ഷെ അവരിൽ 70 പേരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഓർക്കണം. കേവലം എല്ലാവരുമല്ല, സ്വഹാബാക്കൾ 100 കണക്കിന് പേര് കൊല്ലപ്പെട്ടവരിൽ 70 പേര് ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. അതുകൊണ്ട് ഉമർ എന്നവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖലീഫ, റസൂലിന്റെ ഖലീഫ, അങ്ങയുടെ ദയവുണ്ടായിട്ട് വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കണമെങ്കിൽ, അള്ളാന്റെ ഖുർആൻ ലോകത്തെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ, പിൻതലമുറക്ക് കിട്ടണമെങ്കിൽ, വരുന്ന തലമുറകൾക്ക് ലഭിക്കണമെങ്കിൽ അങ്ങത് ക്രോഡീകരിച്ചെഴുതിയേ പറ്റൂ, ലിഖിതമാക്കിയേ പറ്റൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമൊന്നും കൂട്ടാക്കിയില്ലെങ്കിലും സമ്മതിച്ച് ഉറപ്പിച്ച ശേഷം 2 പേരും കൂടി തീരുമാനിച്ചത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്.